പള്ളിപ്പെരുന്നാളിന് ഉത്സവപ്പറമ്പിലും എക്സിബിഷനിലൊക്കെ നമ്മൾ കണ്ട് കൊതി കാരണം വാങ്ങിച്ചു പോകുന്ന കോളിഫ്ലവറിൻ്റെ ഫ്രൈഡ് റെസിപ്പി നമുക്കിനി വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ കോളിഫ്ലവർ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിൽ കോളിഫ്ലവർ ഫ്രൈ കഴിക്കണമെന്ന് തോന്നിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് വാങ്ങി. വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകിയതിന് ശേഷം ഞാൻ അതാണ്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തിളച്ച വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിൽ ആ അഴുക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ടൈമിൽ നമുക്ക് വേണ്ട ബാറ്ററിൻ്റെ റെസിപ്പി റെഡിയാക്കി എടുക്കാം. അതിന് ആദ്യമേ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന സംഭവമാണ് ജിഞ്ചർ ഗാർലിക്. പക്ഷേ ഇന്നെന്തോ നോക്കിയപ്പം അതിൽ ഗാർലിക് ഇല്ല, ജിഞ്ചർ മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്ന് നോക്കിയില്ല, ഒന്ന് ഇടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എല്ലാം. പിന്നെ ഒരു ബോളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 1/2 കപ്പെന്നും പറയാൻ പറ്റത്തില്ല, 1/4 കപ്പോളം കോൺഫ്ലവർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അരിപ്പൊടി ചേർക്കുന്നത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കേടും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ ലൂസായി പോവാതെ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുറേശ്ശെ വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കാണുന്ന കൺസിസ്റ്റൻസി വേണം നമുക്ക് വേണ്ടത്. അതായത് ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസും വേണ്ട. ഈ ഒരു പരുവത്തിന് മാത്രം മതി കേട്ടോ. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വെച്ച കോളിഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. അതായത് ഇത് 2-3 വട്ടം വെള്ളത്തിൽ നമുക്ക് വാഷ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഡ്രൈ ചെയ്തെടുത്തിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇട്ട് ഇളക്കാതെ ഒരു സൈഡിൽ നിന്ന് അതെല്ലാം പൊടിഞ്ഞു പോവാതെ സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ബാറ്റർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. കാരണം എന്നാലേ കോളിഫ്ലവറിൽ ആ കോൺഫ്ലവറൊക്കെ നന്നായിട്ട് പിടിച്ച് സെറ്റായിട്ട് വരത്തുള്ളൂ. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ കഷ്ടപ്പെട്ട് ചതച്ചെടുത്ത് ജിഞ്ചർ ഗാർലിക്കൊക്കെ ആഡ് ചെയ്യാൻ മറന്നുപോയത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനൊരു 30 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കി എടുക്കാം. ആദ്യമേ എടുത്ത പാന് ഞാൻ മാറ്റി കേട്ടോ. അതിനകത്ത് അത്യാവശ്യം എണ്ണ വലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പാൻ മാറ്റിയിട്ട് ചെറിയൊരു പാത്രം എടുത്ത്, ഒരു കുഴിഞ്ഞ പാത്രം എടുത്താൽ അതാകുമ്പോൾ ആ എണ്ണ അത്രയും ഉപയോഗിച്ചാൽ മതിയല്ലോ. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്ററി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമേ ഫ്ലെയിം ഒന്ന് ഹൈ ലെവലിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിം വരെ വെക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് കീറിയതും കൂടി ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ തന്നെ ശ്രമിക്കണം, പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം വരെ വെച്ചിരുന്നാൽ മതി. പിന്നെ ലാസ്റ്റ് ഞാൻ എണ്ണയിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില പെട്ടെന്നൊന്ന് പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ. അതോടൊപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യണം. പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.